ഇരമ്യാ പ്രവചന പുസ്തകം 23-ാം അധ്യായത്തില് ആട് ഇടയൻ ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകൾ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനത്തെ ചിതറിക്കുന്ന, നശിപ്പിക്കുന്ന ഇടയന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ കരുതുവാൻ, അവരെ ശുശ്രൂഷിപ്പാൻ, അവർക്ക് ആവശ്യമായിരിക്കുന്ന പരിചരണം കൊടുക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ഉത്തരവാദിത്വമാണത്. ഉത്തരവാദിത്വങ്ങൾ മറന്നുള്ള യാത്ര പാടില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് മറന്നുള്ള യാത്രകളും പോക്കുകളും ഇടപെടലുകളും ആടുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ വിശ്വസ്തയോടെ മേയ്ക്കുന്നതിലൂടെ അനുഗ്രഹീത ശുശ്രൂഷകന്മാരെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ശുശ്രൂഷകൾ കൊണ്ട്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട്, എൻ്റെ കുടുംബത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ആടുകളെ, എൻ്റെ സഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന, എൻ്റെ സൺഡേ സ്കൂളിൽ, എൻ്റെ COF, എൻ്റെ ബാലക സഖ്യത്തിൽ, എൻ്റെ സ്ത്രീജന സഖ്യത്തിൽ ഞാൻ എവിടെയായിരിക്കുന്നു, അത് സ്കൂള്, കോളേജ്, ഇങ്ങനെ ഏത് പ്രവർത്തന മേഖലകളിലായാലും തൊഴിലിടങ്ങളിലായാലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആടുകളെ പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.